2021 തുടങ്ങിയ ശേഷം സാംസങ് നിരവധി സ്മാർട്ട് ഫോണുകളാണ് ഇതുവരെ പുറത്തിറക്കിയത്. സാംസങ് ഗാലക്സി S21 അൾട്ര, S21 പ്ലസ്, S21, M01, M01S, F62. ഇപ്പോൾ ഈ ഒരു ലൈനപ്പിൽ ഏറ്റവും പുതുതായിട്ട് ഇന്ന് സാംസങ് ഇന്ത്യയിൽ പുറത്തിറക്കുന്ന സ്മാർട്ട് ഫോണാണ് സാംസങ് ഗാലക്സി A12. നമുക്കറിയാം എ സീരീസ് എന്ന് പറയുന്നത് പൊതുവെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണുകൾ സാംസങ് പുറത്തിറക്കുന്ന ഒരു സീരീസാണ്. അത്തരത്തിൽ എ സീരീസിൽ ഏറ്റവും പുതുതായി സാംസങ് പുറത്തിറക്കുന്ന ഫോണാണ് സാംസങ് ഗാലക്സി A12. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സാംസങ് ഗാലക്സി A12ൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ആദ്യം ഇതുപോലൊരു ബോക്സിനകത്താണ് സാംസങ് A12 എന്ന് പറയുന്ന ഫോൺ വരുന്നത്. ഫോണിൻ്റെ ബോക്സിൻ്റെ മുകളിൽ ഇതുപോലെ സാംസങ് A12 എന്ന് എഴുതിയിട്ടുണ്ട്. ഫോണിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡിലും ഇതുപോലെ സാംസങ് ഗാലക്സി A12 എന്ന് എഴുതിയിട്ടുണ്ട്. എനിവേ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ നമുക്കിവിടെ ഇരിക്കുന്നു. ഇതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു പേപ്പർ കവറിനകത്ത് സിം ഇജക്ടർ പിൻ നൽകിയിട്ടുണ്ട്. അതിനകത്ത് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, റീജിയണൽ ലോക്ക് ഗൈഡ്, വാറൻറ്റി കാർഡ് ഇൻഫർമേഷൻ. ഇതിനകത്തും ബാക്ക് കവർ നൽകിയിട്ടില്ല എന്ന് തോന്നുന്നു. നോക്കട്ടെ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. ഫോൺ മാറ്റി വയ്ക്കുന്നു. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ബാക്ക് കവർ ഈ ഒരു ഫോണിനോടൊപ്പം കൊടുത്തിട്ടില്ല. അത് F62ലും ബാക്ക് കവർ കൊടുത്തിരുന്നില്ല. ഇവിടെ ചാർജർ നൽകിയിട്ടുണ്ട്. അത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതൊരു 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് സാംസങ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം നൽകിയിരിക്കുന്നത്. ഇനി ചാർജിങ്ങിനുള്ള കേബിൾ ഏത് ടൈപ്പാണെന്ന് നോക്കാം. USB Type-C കേബിൾ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം നൽകിയിരിക്കുന്നത്. ഓർക്ക് ഇതൊരു 12,000 രൂപയിൽ താഴെ വില വരുന്ന ഒരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണാണ്. എന്തായാലും Type-C ചാർജിങ് പോർട്ട് അതിനോടൊപ്പം നൽകിയത് വലിയ കാര്യം. എനിവേ നമുക്കിനി ഫോണിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ പുറത്തേക്ക് എടുക്കുന്നു. ഫോണിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ ഒരു സ്റ്റിക്കർ ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അതും ഒഴിവാക്കുന്നു. അപ്പോൾ ഈ ഒരു ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഇതൊരു ഡുവൽ ടോൺ അല്ലെങ്കിൽ ഒരു ഡുവൽ ടെക്സ്ചർ ടൈപ്പാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയേണ്ടി വരും. ഇത്രയും ഭാഗം ഇത്തരത്തിൽ ഗ്രിപ്പുള്ള ഒരു പോർഷനും ഇവിടെ സാധാരണ രീതിയിലുള്ള ഒരു പോർഷനുമാണ് ഈ ഒരു ഇത്രയും ഭാഗം. അപ്പോൾ ഇവിടെ സാംസങ് എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ 4 ക്യാമറകൾ ഇത്തരത്തിൽ ഈ ഒരു ക്യാമറ മൊഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഗ്രിപ്പ് ഉള്ളത് കൊണ്ടും കയ്യിൽ നിന്ന് തെറ്റി താഴേക്ക് വീഴില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഫിംഗർ പ്രിൻറ്റ് ഈ ഒരു ബാക്ക് സൈഡിൽ പതിയുകയുമില്ല. ഇനി ഫോണിൻ്റെ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും നമുക്ക് കാണാം. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകിയിരിക്കുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം. ഓർക്കുക, ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു LCD ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ആകണം ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഫോണിൻ്റെ സൈഡിലേക്ക് നൽകിയത്. LED ഡിസ്പ്ലേയിൽ മാത്രമേ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം വരൂ. എന്നാൽ F62ൽ LED ഡിസ്പ്ലേ ആയിരുന്നിട്ട് പോലും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സംവിധാനമാണ് സാംസങ് നൽകിയത്. ഇനി താഴേക്ക് വരുമ്പോൾ ഇവിടെ സ്പീക്കർ ഗ്രില്ല്, USB Type-C പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്കും നൽകാൻ മറന്നിട്ടില്ല. ഇടതുവശത്തേക്ക് വരുമ്പോൾ സിം ട്രേ മാത്രമാണുള്ളത്. മുകളിലേക്ക് വരുമ്പോൾ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. അടുത്തത് സിം ട്രേ ഏത് ടൈപ്പാണെന്ന് നോക്കാം. ഈ ഒരു ഫോണിന് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് നോക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്. അതായത് നമുക്ക് ഒരേ സമയം 2 നാനോ സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഡീസൻറ്റ്. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് പറഞ്ഞാൽ 209 ഗ്രാമാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 ഗ്രാമിൽ കൂടുതൽ ഉള്ള ഫോണുകളെ ഞാൻ വെയിറ്റ് അല്പം കൂടുതലെന്ന് പറയാറുണ്ട്. എന്നിരുന്നാലും നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കാനൊക്കെ ഉള്ള നല്ല ഒരു ഹാൻഡി ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. കയ്യിലൊക്കെ ഒതുങ്ങുന്ന ഒരു ഡിസൈൻ. വലിയ കനം കൂടുതലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഫ്രണ്ട് ക്യാമറ വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകൾ പോലും ഇൻ ഡിസ്പ്ലേ ക്യാമറ വരാറുണ്ട്. പക്ഷേ ഇവിടെയും ഇപ്പോഴും വാട്ടർ ഡ്രോപ്പ് നോച്ച് നൽകിയിരിക്കുന്നു. അതുപോലെ ഡിസ്പ്ലേയെക്കുറിച്ച് പറഞ്ഞാൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഇൻഫിനിറ്റി V ഡിസ്പ്ലേ ആണ്. ഇൻഫിനിറ്റി V എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വാട്ടർ ഡ്രോപ്പിനെ സാംസങ് വിളിക്കുന്നത് ഇൻഫിനിറ്റി V എന്നും, എന്നാൽ പഞ്ച് ഹോൾ ക്യാമറയെ സാംസങ് വിളിക്കുന്നത് ഇൻഫിനിറ്റി O എന്നുമാണ്. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി V ഡിസ്പ്ലേ ആണ്. ഓർക്കുക, ഇതൊരു HD ഡിസ്പ്ലേ ആണ്. അതായത് നമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെയുള്ള വീഡിയോകൾ കാണുമ്പോൾ 720p റെസൊല്യൂഷനിൽ വരെ മാക്സിമം നമുക്ക് ആ ഒരു റെസൊല്യൂഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേ സാധാരണ സാംസങ് ഫോണുകളുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അതിമനോഹരമാണ്. നമ്മൾ കഴിഞ്ഞ സാംസങ്ങിൻ്റെ തന്നെ F62 എന്ന് പറയുന്ന ഫോണിലും അതിഗംഭീരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് കണ്ടത്.
അത്തരം ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നമ്മൾ വേണം ഇതിനെയൊക്കെ കമ്പയർ ചെയ്യാൻ. അത്രയൊന്നും മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ അല്ല. അതായത് F62 കണ്ട പോലെയുള്ളൊരു ഡിസ്പ്ലേ അല്ല, അതൊരു LED ഡിസ്പ്ലേ ഒക്കെ ആയിരുന്നു. ഇത് സാധാരണ LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ട് മാത്രമേ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി സ്റ്റിൽ എന്നിരുന്നാലും കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ആണ്, മീഡിയം ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു A12 നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 10 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. നേരത്തെയുള്ള സാംസങ് ഇപ്പോൾ പുറത്തിറക്കിയ മിക്ക ഫോണുകളിലും ആൻഡ്രോയിഡ് 11 ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ വന്നിരുന്നു. അതുപോലെ സാംസങ്ങിൻ്റെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള ഓൺ UI 2.5 ഈ ഒരു ഫോണിനകത്തുള്ളത്. നേരത്തെ ഇറക്കിയ ഫോണുകളിലൊക്കെ 3.1 ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ വന്നിരുന്നു. ഒരുപക്ഷെ ഉടൻ തന്നെ ആൻഡ്രോയിഡ് 11 അതുപോലുള്ള ഓൺ UIയുടെ ലേറ്റസ്റ്റ് വെർഷനിലേക്കും ഒക്കെ ഒരു അപ്ഡേറ്റ് ഈ ഒരു ഫോണിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ ഗൂഗിളിൻ്റേതായിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻ, സാംസങ്ങിൻ്റെ ആപ്ലിക്കേഷൻ, അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റേതായിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷനുകളുണ്ട്. പിന്നെ അതുകൂടാതെ ഫേസ്ബുക്ക് പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്നുണ്ട്. കുറച്ച് ഗെയിമുകൾ, നമുക്ക് ആവശ്യമില്ലാത്തതെന്ന് തോന്നുന്ന കുറച്ച് ഗെയിമുകൾ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡാണ്. തൻ്റെ ഇവിടെ ഈ കാണുന്ന എത്രയും ഗെയിമുകൾ പ്രീ ഇൻസ്റ്റാൾഡായിട്ട് ഈ ഒരു ഫോണിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ആമസോൺ, ഫോൺപേ തുടങ്ങിയ ആപ്ലിക്കേഷനുകളൊക്കെ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്നുണ്ട്. ഇനി ഇത്തരം ആപ്ലിക്കേഷനുകൾ നമുക്ക് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് അവ ആവശ്യമില്ലെങ്കിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും അതൊരു വലിയ പ്രശ്നമല്ല. അടുത്തതായിട്ട് ഈ ഒരു ഫോണിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നമ്മൾ നേരത്തെ കണ്ടതുപോലെ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. അത് സാമാന്യം തരക്കേടില്ലാത്ത സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ടില്ലേ, ഫാസ്റ്റായിട്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫേസ് അൺലോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫേസ് അൺലോക്കും ഓക്കെയാണ്, കണ്ടില്ലേ. ആ ഒരു റീഡിങ്ങിനുള്ള ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡുകൾ ഒഴിച്ചു നിർത്തിയാൽ ഫാസ്റ്റായിട്ട് തന്നെ ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റും ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോൺ 4G സപ്പോർട്ടുള്ള ഫോണാണ്. ഇതിനകത്ത് ഡുവൽ 4G സപ്പോർട്ടുണ്ട്. അതായത് 2 സിം കാർഡുകളിലും 4G വോൾട്ടേജ് സപ്പോർട്ട് തന്നെ ഉപയോഗിക്കാം. NFC സപ്പോർട്ടും അതുപോലെ FM റേഡിയോ സപ്പോർട്ടും ഫോണിനകത്ത് കാണുന്നില്ല. എന്നാൽ വൈഫൈ കോളിംഗ് എന്ന ഫീച്ചർ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് നെറ്റ്വർക്ക് ഇല്ലെങ്കിലും വൈഫൈ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സാധാരണ റേഞ്ച് ഉള്ളപ്പോൾ വിളിക്കുന്നത് പോലെ കോൾ ചെയ്യാനുള്ള സംവിധാനം ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ആദ്യം ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഫോണിനകത്ത് മോണോ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്. ഫോണിൻ്റെ താഴെയാണ് സ്പീക്കർ വെൻറ്റ്. ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി, ഡീസൻറ്റ് സൗണ്ട് വോളിയം. അടുത്തത് വീഡിയോ ക്വാളിറ്റി. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റി, ഡിസ്പ്ലേ ക്വാളിറ്റി. മീഡിയം ക്വാളിറ്റി മാത്രമേ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുള്ളൂ. ഒരു ഭയങ്കര ക്വാളിറ്റി ഒന്നും നമ്മൾ ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഇതിൻ്റെ പ്രൈസിങ് വെച്ച് വേണം നോക്കാൻ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ IPS LCD ഡിസ്പ്ലേ ആണ്. അതുപോലെ 720p റെസൊല്യൂഷനാണ്. യൂട്യൂബിൽ നിന്ന് മാക്സിമം 720p റെസൊല്യൂഷനിലേ കാണാൻ പറ്റുന്നുള്ളൂ. കുറച്ച് ഒരു വൈറ്റ് ടോൺ ഒരല്പം കൂടുതൽ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ബ്രൈറ്റ്നസ് ഒക്കെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. മാക്സിമം ബ്രൈറ്റ്നസ്സിലൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ സത്യസന്ധമായിട്ട് പറയല്ലോ, സാംസങ്ങിൻ്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള S21 അൾട്രയാണ് ഞാനിവിടെ ഡെയിലി ഡ്രൈവറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കണ്ടിട്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ അതുകൊണ്ടാണോ എന്തോ അറിയില്ല, ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ അത്ര ഒരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. മീഡിയം ഡിസ്പ്ലേ എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റൂ. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത് വേണം എല്ലാം ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കാൻ. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekൻ്റെ 6765 എന്ന ഒക്ടാ കോർ പ്രോസസ്സറാണ് ഈ ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും 2 വേരിയൻറ്റിലാണ് വരിക. 4GB RAM 64GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റും 4GB RAM 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റും. അപ്പോൾ ബേസിൽ തന്നെ നമുക്ക് 4GB RAM ലഭിക്കുന്നുണ്ട്. പ്രൈസ് കൂടുമ്പോൾ ഹയർ വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ മെമ്മറി മാത്രം 64GB കൂടുന്നു. RAM സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന RAM എന്ന് പറയുന്നത് LPDDR4X എന്ന റാമാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാൽ ഈ ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. കാരണം 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പ് ഈ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നു, അതും സാംസങ് ഫോണിൽ എന്നതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 48 മെഗാ പിക്സൽ ഉൾപ്പെടെയുള്ള ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രൈമറി ക്യാമറയിൽ നൽകിയിരിക്കുന്ന സെൻസർ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഐസോസെൽ GM2 എന്ന സെൻസറാണ് നൽകിയിരിക്കുന്നത്. പിന്നീടുള്ള ക്യാമറകൾ 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറും 5 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ സെൻസറും
സെൻസറും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിൽ ഒരു 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോകൾ എടുത്തു. 48 മെഗാ പിക്സൽ പ്രൈമറി സെൻസറിൽ എടുക്കുന്ന ചിത്രങ്ങൾ നല്ല ക്വാളിറ്റി ഉണ്ട്. ഓവറാൾ ഒരു ആവറേജ് ക്വാളിറ്റി തന്നെയാണ് ബാക്കി സെൻസറുകളും നൽകുന്നത്. അടുത്തതായിട്ട് ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററിയാണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്. ഈ പ്രൈസ് റേഞ്ചിൽ 5000 mAh ബാറ്ററി നൽകുന്നു. അത് ചാർജ് ചെയ്യാൻ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ തന്നെ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ബാറ്ററി സൈഡും ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി സൈഡ് തന്നെയാണ്. മാത്രമല്ല ചാർജിങ്ങിന് ടൈപ്പ് സി പോർട്ടും ഫോണിനോടൊപ്പം നൽകുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ഫോൺ ലഭ്യമാകുന്ന വ്യത്യസ്ത നിറങ്ങളാണ്. ബ്ലാക്ക് കളറിലും ബ്ലൂ കളറിലുമാണ് ഈ ഒരു ഫോൺ ലഭ്യമാവുക. നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് ബ്ലാക്ക് കളർ വേരിയൻറ്റിലാണ്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ്. 12,999 രൂപയ്ക്കാണ് സാംസങ് ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റ് വിൽക്കുന്നത്. ഹയർ വേരിയൻറ്റിൻ്റെ വില 13,999 രൂപയാണ്. അപ്പോൾ 12,999, 13,999, 1000 രൂപയുടെ വ്യത്യാസം നമുക്ക് അഡീഷണൽ ആയിട്ട് ഹയർ വേരിയൻറ്റിൽ കിട്ടുന്നത് അഡീഷണൽ 64 GB എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എക്സ്റ്റേണൽ മെമ്മറി കാർഡ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ബേസ് വേരിയൻറ്റ് മേടിച്ചാലും മെമ്മറി കാർഡൊക്കെ ഉപയോഗിക്കാമെങ്കിൽ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. 1000 രൂപ വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് ഇത് ആർക്കാണ് ഈ ഒരു ഫോൺ സ്യൂട്ട് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ബേസ് വേരിയൻറ്റ് 12,999 രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ നമ്മൾക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ നമ്മുടെ കയ്യിൽ ഏകദേശം ഈ പറഞ്ഞ പോലെ 13,000 രൂപയേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ ഒരു ഫോൺ പരിഗണിക്കാം. മാത്രമല്ല സാംസങ്ങിൻ്റെ ഒരു ഹാർഡ് കോർ ഫാൻസ് ഉണ്ട്. സാംസങ് ഫോണുകൾ മാത്രം ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. അവരുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ 13,000 രൂപ മാത്രമേ സ്പെൻഡ് ചെയ്യാനുള്ളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാം. അതുപോലെ നോൺ ചൈനീസ് ഫോണുകൾ ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഇത് ചൈനീസ് ബ്രാൻഡ് അല്ല, അതുകൊണ്ട് തന്നെയും സാംസങ്ങിൻ്റെ ഈ ഒരു ഫോൺ നമുക്ക് വാങ്ങാം. ഒരുപാട് പ്രതീക്ഷകളൊന്നും വയ്ക്കാതെ നമുക്ക് സാധാരണ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിനും ഇൻ്റർനെറ്റ് ബ്രൗസിങ്ങിനും ചെറിയ ചെറിയ രീതിയിലുള്ള ഗെയിമിങ്ങുകൾക്കും ഒക്കെ പര്യാപ്തമായിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി A12.